ഞങ്ങൾ 4 പേരായിരുന്നു ഏറ്റവും അടുത്ത കൂട്ടുകാർ. മുകുന്ദപുരം മഹാത്മാ ഹൈസ്കൂളിലെ SSLC 99 ബാച്ച് 10th B ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചുകാർ. ഒരു കാലത്തും നന്നാവില്ലെന്ന് എല്ലാ ടീച്ചർമാരും എല്ലാ മാഷുമാരും ഒഴിഞ്ഞിട്ട തല തെറിച്ച 4 പേർ. ശിങ്കാരി മച്ചാനെ മച്ചായ എന്റെ കൃഷ്ണ രക്ഷിക്കണേ. കൃഷ്ണ 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 കൃഷ്ണ. ഒരാളെ കാണുന്നില്ലല്ലോ. കൃഷ്ണ ചേച്ചി ഒരു ചന്ദ്രൻ തരുമോ? ചേച്ചിക്ക് അനിയത്തിമാരുണ്ടോ? ഇല്ല. എന്തേ? ഉണ്ടെങ്കിൽ എനിക്ക് പ്രേമിക്കായിരുന്നേ. വൃത്തിയോട്ടോ. എടാ കൊച്ചാപ്പി, നിന്റെ കുളി കഴിഞ്ഞില്ലടാ. സ്കൂളിൽ പോകാൻ വണ്ടിപ്പോ വരും. ഇക്കണ്ട വിളി മുഴുവൻ വിളിച്ചത് നീ കേട്ടില്ലേ? എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നത്? എടാ പോത്തിന്റെ മോനെ, എന്തോ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് പക്കത്തുനിന്ന് വെള്ളത്തിൽ കേൾക്കരുത്. ഈ എപ്പിസോഡ് ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യേ. ഇപ്പൊ പരസ്യം വരും. പരസ്യം പറയാൻ നോക്കലടി. നീ ഇപ്പൊ വന്നില്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇവിടെ തീരും. എടി ഞാനങ്ങോട്ട് വന്നാ നിന്റെ പവർ ഞാൻ കട്ട് ചെയ്യും. ടി വി ഞാൻ തല്ലി പൊളിക്കും. വയറുവേദന അല്ലടാ, തുണി അഴിഞ്ഞു പോയതാ. താഴെയിടല്ലടാ. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇതെന്താ ചാണ്ടിച്ച കിണറ്റിൽ ഇത്രയും വലിയ തവളെ? ഇവനായിരുന്ന എടാ തരിച്ച് എന്റെ മാനപ്പം നിന്റെ കയ്യിലടാ. മാലല്ലേ കിടക്കണത്? മാനല്ലടാ, മാനം. മാനം എന്റെ ജീവനാ. സത്യം. ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഒന്നില്ലെങ്കിൽ അവളെ പിടി, അല്ലെങ്കിൽ ഇവിടെ. അയ്യേ, ഇത് പിടിക്കാം. എന്താ മോനെ ദിനേശ, ഞാൻ ബക്കറ്റിലെന്നോ പറഞ്ഞ് അധികം കളിച്ചാ ഇടിച്ചിന്റെ പൂട്ട് ഞാൻ ഇളക്കും. ഇതെന്താ ആന ചവിട്ടി മോഹൻലാലാ? തമാശ പറഞ്ഞല്ലേ?
ഇതുപോലെ ഒന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ ബാലൻസ് ചെയ്യാമായിരുന്നു. ഇനി ഒന്നുകൂടെ നിനക്ക് താങ്ങാൻ കഴിയില്ല ജയോ. ഈശ്വര, ഇന്നത്തോടെ എന്റെ ജോലി. ഇത് സ്ഥിരം. എന്താണ് താമസം തുടങ്ങി അന്ന് മുതൽ തുടങ്ങി 4 മീറ്റർ ചവിട്ടല് ഇതുവരെ ചവിട്ടി ഓടിച്ചില്ലേ? കളിയാക്കണ്ട 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും പോവാൻ. ഒന്നുകൂടി പാടിക്കേ. മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും. അത് ശരിയാണ്. മാളികപ്പുറത്ത് കയറിയിരിക്കുന്ന നിന്റെ മുകളിൽ കയറിയിരിക്കുന്ന മാറാമ്പലാണത്. അത് ചവിട്ടിയാ പോവില്ല. അവന്റെ ഒരു വേദാന്തം. വേഗം ചെല്ലു. എന്തത് ഇതുള്ളതുകൊണ്ടാ കുറച്ച് പെമ്പിള്ളേരൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നത്. ബ്രേക്ക് ചവിട്ടുമ്പോ താഴെ പോകരുത്. അധികം ചെരിക്കല്ലേ, പണ്ട കൊടലൊക്കെ താഴേക്ക് വരും. പ്രായതല്ലേ, ഒന്ന് നേരെ വെക്ക്. ഈ സൈക്കിൾ കൊച്ചാപ്പിയുടെ ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഇവനൊന്ന് തല്ലി പേടി. നീ ഇതുമ്പോ പോണത് അവൻ കണ്ട കാല് മടക്കടിക്കും. അത് ശരിയാണ്. എവിടെ നോക്കിയാണ് നടക്കുന്നത്? കണ്ണും മൂക്കില്ലാണ്ട് അവൻ എന്റെ വീട് കല്ലുവാതിക്കല്ലടാ. രാവിലെ തന്നെ ഉടക്കല്ലേ വെങ്കടി. ഇപ്പൊ തന്നെ എന്റെ പ്രഷർ കയറിയിരിക്കുക. ഇന്നത്തോടെ നിന്റെ കേറിയ പ്രഷർ മാഡം ഇറക്കി തരും. മാഡം കുറെ നേരം അന്വേഷിക്കുന്നു. അങ്ങോട്ട് ചെല്ലേ, ഓടിച്ചെല്ലടാ. എവിടെയാണ് മാഡം? എവിടെ മാഡം? ഇതാ അവിടെ. അയ്യോ വേസ്റ്റ്. അലോൺ, ഷൂട്ടൊക്കെ ഭംഗിയായല്ലോ. ആ പ്രൊഡ്യൂസറിന്റെ കാശൊന്നും ഇല്ലെന്നേ, ഞാൻ അയോണ്ട് അടിച്ചങ്ങ് തീർത്തു. അല്ല പിന്നെ ചേട്ടാ, ഇവിടെ നടന്മാരൊക്കെ വരാറുണ്ടോ? പിന്നെ ഏതൊക്കെ നടന്മാരാണ്? എല്ലാരും വരാറുണ്ട്. ആരാത്? ഈ മണ്ടൻ എന്നെ നാറ്റിക്കും. പുതിയ സിംഗടിയാ, ഒരു ലോക്കൽ വില്ലേജിൽ നിന്ന് കിട്ടിയതാ. എന്ത് പണിയും ചെയ്തോളും. ചുമ്മാ കൂടെ അങ്ങ് കൂട്ടി. ഭയങ്കര അഭിനയപ്രാന്തന. ഈ മമ്മൂട്ടിക്ക് ഭയങ്കര ജാടയെന്ന് പറഞ്ഞത് ശരിയാണോ? ചേട്ടൻ പുള്ളിനോട് വർത്താനം പറഞ്ഞോ? വിളിക്കണ്, ചെല്ല്. പറഞ്ഞ അന്നൊക്കെ നീ മറന്നു പോയോ? എന്തുവാടാ ഇത്? ചാണാക്കൊട്ട പിടിക്കുന്നവരാണോ സ്ക്രിപ്റ്റ് ബോസ് പിടിക്കുന്നത്? നേരെ പിടി. വാ. ഇതേ വലിയ സ്റ്റുഡിയോയാ. ഇവിടെ വലിയ വലിയ ആൾക്കാർ പലരും വരും. നീ ഭാവിയിലൊരു നടനാകേണ്ട ആളല്ലേ? അത്യാവശ്യം ജാടയൊക്കെ കാണിച്ച് ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ വേണം നിൽക്കാൻ. അല്ല എല്ലാരും കയറി ഭരിക്കും. ഒരു വില ഉണ്ടാവില്ല ഇവിടെ. വേണോ? 1-2 എനർജി ഡ്രിങ്ക് മേടിക്കൂ. ഭയങ്കര ദാഹം. കമോൺ. വലിയ പ്രിയദർശനാന്ന ഭാവം. എന്നിട്ട് ചെയ്യുന്നൊരു മാങ്ങാത്തൊലി ടെലിഫിലിമും. ഇവനൊക്കെ ഒരു സിനിമ ചെയ്ത് എന്തായിരിക്കും സ്ഥിതി? നാറി. 2 മുട്ടയുടെ പപ്സും കൂടെ വാങ്ങിച്ചു. ഇനി അത് തിന്നാതെ സിനിമ പൊളിയണം. വേറെ ആരും പറയുന്നത് കേൾക്കണ്ട. നീ ഇപ്പം എന്റെ അസിസ്റ്റന്റാ. പപ്സ് കഴിക്കുമല്ലോ അല്ലേ? വാ. ഇതാണ് എഡിറ്റിംഗ് സ്റ്റുഡിയോ. ഇല്ലാത്ത കുട്ടിയില്ലേന്ന് വെച്ച് സ്നേഹം കൂടിപ്പോയതിന്റെ കുഴപ്പാ. നിക്കാന്റെ കാര്യത്തില് ബാപ്പാന്റെ ഭാഷ അന്ന മതി. എങ്ങനുണ്ട്? കൊള്ളാം. ശരിയായിട്ടില്ല, ഒന്നുകൂടി എടുക്കണം. അത് ചേട്ടാ നിങ്ങളെ ആ ക്യാരക്ടറെ ഒന്ന് ശരിക്ക് ഫീൽ ചെയ്ത് ഡബ്ബി ഉള്ളീന്ന് വരട്ടെ. ബാപ്പയില്ലാത്ത ജാക്സാ
ജാക്സാ, ഒന്ന് വാടാ, കാണിച്ചു കൊടുക്ക. എന്താ സാറേ? ഒന്ന് കാണിച്ചു കൊടുക്ക. ആ ബാപ്പയില്ലാത്ത കുട്ടിയുടെ ആ സംഭവം, ആ കറക്റ്റ് ഫീൽ ഉൾക്കൊണ്ട് ആ പുള്ളിക്ക് അതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്ക. ആ പുള്ളിക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക. ബാപ്പല്ലാത്ത കുട്ടിയല്ലേ എന്ന് വെച്ച് സ്നേഹം കൂടിപ്പോയ എന്റെ കൊയപ്പ നിക്കാഹിന്റെ കാര്യത്തില് കണ്ടില്ലേ വേണു, ഈ ആർട്ടിസ്റ്റ് ഇത് അഭിനയിച്ച് കോളമാക്കി. കുറഞ്ഞതൊരു അനുഭവം കയറെങ്കിലും ചെയ്താൽ ഈ ക്യാരക്ടർ നിൽക്കുള്ളൂ. പോയ കാര്യം എന്തായി? ഫ്രൈഡ് റൈസ് കിട്ടിയില്ല അവിടെ, ദോശ വല്ലതും പറയട്ടെ. കോംപ്രമൈസ് ചെയ്ത് ഞാൻ മടുത്തു. എവിടെ നിന്ന് കിട്ടി വേണു ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരെ? അയാൾ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ. ആ ചെന്ന് കണ്ടോ, പുള്ളി റൂമിലെത്തിയിട്ടുണ്ട്. സാറ് താഴെ വന്നിട്ട് പിന്നെ ദേഷ്യത്തിലാണോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനൊന്ന് ഇന്ന് പുള്ളിയെ കണ്ടിട്ട് വരാം. ജാക്സാ, നീ ഈ പുള്ളിക്ക് ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. താനും കൂടെ വാ. പുള്ളിയുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഒറ്റക്കാൻ. ഓഹോ, ഭാഗ്യം. തുടങ്ങാ. ഞാൻ പറഞ്ഞെന്നില്ല ഏട്ടാ, അതേപോലെ ചെയ്. വാപ്പല്ലാത്ത കുട്ടിയല്ലേ. ഇതിലും ഭേദം കരിങ്കല്ല് പണിക്ക് പോകുന്നതാ. പടം ഇഷ്ടപ്പെട്ടോ എനക്ക്? അടിപൊളിയല്ലേ? മമ്മൂട്ടി സൂപ്പറായി. മമ്മൂട്ടി അലക്കും. നല്ലൊരു ഡയറക്ടർ ആയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ നന്നായനെ. ഞാനായിരുന്നെങ്കിൽ മമ്മൂക്ക ആ തോക്കും പിടിച്ച് ബുള്ളറ്റ് വരുന്ന സീൻ അങ്ങനെ എടുക്കുകയല്ല, ക്യാമറ ഇങ്ങനെ എങ്ങനെ പോയനെ. സാറ് ചെയ്താ മതിയായിരുന്നു. അതാണ് ഇടാ, ഞാൻ ചെയ്യും. ഞാനൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ സബ്ജക്റ്റ്. നീ നെപ്പോളിയൻ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? ആ ബാബു ആന്റണിയുടെ പടല്ലേ? അതല്ല, മഹാനായ നെപ്പോളിയൻ ചക്രവർത്തി. സിനിമ തുടങ്ങുമ്പം പൊടി പറത്തിക്കൊണ്ട് ദൂരേന്ന് പാഞ്ഞു വരുന്ന 5 കറുത്ത കുതിരകൾ. അടുത്ത് വരുമ്പോൾ പിന്നിലൊരു വെള്ള കുതിര. അത് നെപ്പോളിയനാണ്. സൂപ്പറായിരിക്കും. സാറ് കലക്കും. ഫുൾ വിദേശത്തായിരിക്കും ഷൂട്ടിംഗ്. താർ മരുഭൂമിയിലൊക്കെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ആ റോള് എനിക്ക് തരൂ. എടാ, ഇത് പല ഭാഷ ചെയ്യുന്ന സിനിമയാണ്. വലിയ ഹീറോ വേണം. ഞാൻ മനസ്സിൽ കാണുന്നത് ഋതിക് റോഷനാ. നിനക്കൊരു റോള് തരാം, പടയാളി. പടയാളിയുടെ റോൾ എനിക്ക് വേണ്ട സാറേ. എടാ, ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടാണ് വലിയ വലിയ നടന്മാരാവുന്നത്. 10-100 കോടി രൂപയുടെ ഇംഗ്ലീഷ് പടത്തിലെ പടയാളി എന്ന് വെച്ചാ മലയാളത്തിലെ നായകന് തുല്യമാണ്. എന്നിട്ട് വേണം ഹോളിവുഡിലൊന്ന് കാലുറപ്പിക്കാൻ. സാറപ്പം മലയാള പടമൊന്നും പിടിക്കില്ലേ? ഓ, ഇവിടെ വിമർശകരല്ലേ കൂടുതല്. നീ ഇതുവരെ സിനിമ എന്താണെന്ന് പഠിച്ചിട്ടില്ല. ജാടയുടെ ഒരു ലോകമാണ് സിനിമ. മാക്സിമം ജാട കാണിച്ച അവരാണ് സൂപ്പർ. എനിക്കൊരു നിറഞ്ഞു പോകാൻ പറ്റുമോ സാറേ? നിന്റെ കാര്യം ഞാനൊരു പ്രൊഡക്ഷൻ കൺട്രോളറോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പൊ തന്നെ ഈ 5000 പോരാ, കുറച്ചുകൂടെ കാശിറക്കണം. കാശുണ്ടോ നിനക്കൊരു നടനാക്കാൻ പറ്റും. വിജയം വരെ പിടിച്ചു നിൽക്കണം. പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും. തിരിഞ്ഞോടരുത്, ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. എന്താ സാറേ? നീ ഇവിടെ ഒന്നോ. ആരാത്? ആരാവര്? പേടിക്കണ്ട, ചാൻസ് ചോദിക്കാൻ വരുന്നവരാ. നീ ഏതാ? അവന്റെ അടുത്താ? അല്ല. വിട്ടോ വിട്ടോ.